question. In the following set, state whether A equal to B or not. അപ്പൊ നമുക്ക് തന്നേക്കണേൽ എയും ബിയും ഈക്വൽ ആണോ എന്ന് അറിഞ്ഞാൽ മതി. അതില് നാലാമത്തതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ എന്താന്ന് നോക്കി. എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി, ഇവിടെയോ എ ബി സി ഡി നേരെ തിരിച്ചെഴുതിയേക്കണേന്ന് മാത്രം അല്ലെ, ഒരു ഓർഡർ ഇല്ലാണ്ട് എഴുതിയേക്കണേന്നേ ഉള്ളൂ. പക്ഷെ എയിലുള്ള അതേ എലമെന്റുകൾ തന്നെയാണ് ബിയിലുള്ളത് അല്ലെ. അപ്പൊ രണ്ടിലും ഒരേ എലമെന്റുകൾ തന്നെയാണ് ഉള്ളത്, എക്സാക്ട്ലി സെയിം എലമെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തേല് എ ഈക്വൽ ടു ബി ആണ്. ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കിയേ, 4 8 12 16, 8 ഉണ്ട്, 4 ഉണ്ട്, 16 ഉണ്ട്, പക്ഷെ ഇവിടെ 18 ആണ്, ഇവിടെ 12 എടുക്കുന്നുണ്ടോ. അപ്പൊ രണ്ടാമത്തേല് എ ഈക്വൽ ടു ബി അല്ല, എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി. മൂന്നാമത്തതോ എ എന്ന് പറയുന്ന സെറ്റ് 2 4 6 8 10, ആ ബി എന്ന് പറയുന്ന സെറ്റ് തന്നേക്ക് നോക്കി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് പോസിറ്റീവ് ഈവൻ ഇന്റിജർ, പോസിറ്റീവ് ഈവൻ ഇന്റിജേഴ്സ് ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ അവിടെ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നോക്കി. ബി എന്ന് പറയുന്ന സെറ്റ് ഈവൻ ഇന്റിജർ ആയിരിക്കണം, അത് പോസിറ്റീവ് ആയിരിക്കണം, 10 അതിൽ താഴെയോ വരണം. എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 2 4 6 8 10. എ എന്ന് പറയുന്ന സെറ്റും അതിന്റെ അല്ലേ, 2 4 6 8 10. അപ്പോ മൂന്നാമത്തേല് എ ഈക്വൽ ടു ബി ആണ്, എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ. ഇനി നാലാമത്തെ കേസോ, എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. നാലാമത്തതിൽ നോക്കി, എ എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10, 10ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ കിട്ടും? ഇങ്ങനെ 10 അല്ലെ, 20, അതുപോലെ 30 എക്സെട്ര എന്ന് പോകും. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റോ, ബി ഈക്വൽ ടു സെറ്റ് 10 15 20 25, 10 15 20 25 എക്സെട്ര. ഇത് 10ന്റെ മൾട്ടിപ്പിൾ ആണോ ബിയിൽ കിടക്കുന്നത്? അല്ല, അവിടെ എയും ബിയും ഈക്വൽ അല്ല, എ നോട്ട് ഈക്വൽ ടു ബി, എയും ബിയും ഈക്വൽ അല്ല. ദെൻ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ് ഈക്വൽ? ആ തന്നിരിക്കുന്നത് ഈക്വൽ സെറ്റുകളാണോ? അല്ല എങ്കിൽ അതിന്റെ റീസൺ പറയണം. എ എന്ന് പറയുന്ന സെറ്റ്, അപ്പോ 5ല് ഒന്നാമത്തത് നമുക്ക് തന്നേക്കണ എ എന്ന് പറയുന്ന സെറ്റ് 2 3. ബി എന്ന് പറയുന്ന സെറ്റ് തന്നേക്കണ എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ്, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനാ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ്, അതാണ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുക എന്ന് പറഞ്ഞാൽ 2ഉം 3 അല്ലേ വന്നെ, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴോ എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -2, എക്സ് പ്ലസ് 3 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -3 കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ഏതൊക്കെയാ? -2ഉം -3യോ. എയിലെ സെറ്റ് എലമെന്റ് ഉള്ളോ 2 3 രണ്ടും ഈക്വൽ അല്ല, എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ എക്സാക്ട്ലി സെയിം എലമെന്റുകൾ അല്ല ഉള്ളത്, അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി. പിന്നെയോ രണ്ടാമത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. അപ്പോ രണ്ടാമത്തേല് എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഏതാ? ഈ വേർഡിലെ ലെറ്ററിന്റെ സെറ്റ്, ആ വേർഡിലെ ലെറ്റേഴ്സ്, ആ വേർഡിൽ വരുന്ന ലെറ്റർ ഏതൊക്കെയാ? എഫ് ഉണ്ട്, ഒ ഉണ്ട്, എൽ ഉണ്ട്, ഡബ്ല്യു ഉണ്ട് അല്ലെ. ഇത് വെച്ചിട്ടല്ലേ ഫോളോ എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തേക്കണത്. ഈ ലെറ്ററിൽ വെച്ചിട്ടാണ് ആ ഫോളോ എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തേക്കണേ അല്ലെ. ആ വേർഡിലുള്ള ലെറ്ററിൽ ഏതൊക്കെയാ? ഓ 2 പ്രാവശ്യം ഉണ്ട്, എൽ 2 പ്രാവശ്യം ഉണ്ടെന്ന് മാത്രം. എന്നാലും ലെറ്ററിൽ ഏതൊക്കെയാ? എഫ് ഒ എൽ ഡബ്ല്യു. ഇനി ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകൾ ഏതൊക്കെയാ? ഈ സെറ്റിലെ ഡബ്ല്യു ഒ എൽ എഫ്, അതിലെ എലമെന്റുകൾ ഡബ്ല്യു ഒ എൽ എഫ്. അപ്പോ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ അല്ലേ നോക്കി. എ ഈക്വൽ ടു
ബി ആണ്. എ ഈക്വൽ ടു ബി. എയിലുള്ള എലമെന്റും ബിയിലുള്ള എലമെന്റ് എക്സാക്ട്ലി സെയിം ആണ്. എഫ് രണ്ടിലുണ്ട്, ഒ രണ്ടിലുണ്ട്, എൽ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. അപ്പൊ രണ്ട് സെറ്റുകളും ഈക്വൽ സെറ്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യനോ, ഫ്രം ദ സെറ്റ് ഗിവൺ ബിലോ സെലക്ട് ഈക്വൽ സെറ്റ്സ്. അപ്പോ ആറാമത്തേല് ഈക്വൽ സെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യണം. ഈക്വൽ സെറ്റ് ഇപ്പോ ഇവിടെ നോക്കിയാൽ എ എന്ന് പറയുന്ന സെറ്റിന് ഈക്വൽ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? എ 2 4 8 12 2 4 8 12 വരുന്ന ഒറ്റ സെറ്റും ഇല്ല. ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടോ? 1 2 3 4 അതിൽ ഡിയിൽ ഉണ്ട് കണ്ടോ? 1 2 3 4 ഉണ്ട്. അപ്പോ ബി ഈക്വൽ ടു ഡി ആണ് അല്ലെ? ബി 1 2 3 4 ഇവിടെ കണ്ടോ? 1 2 3 4 അത് മാറി മറിഞ്ഞ കിടക്കണേന്ന് മാത്രം അല്ലെ? അങ്ങോട്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്തൊക്കെ കിടക്കണേന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബിയിലും ഡിയിലുള്ള എലമെന്റുകൾ ഈക്വൽ ആണ്. വേറെ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ നോക്കി. സി എന്ന് പറയുന്ന സെറ്റില് 4 8 12 14 ആണ്, അതില്ല. പിന്നെ ഇ എന്ന് പറഞ്ഞ സെറ്റും ജി എന്ന് പറഞ്ഞ സെറ്റും അല്ലെ? ഇ ഈക്വൽ ടു ജി ആണ്. ഇ എന്ന് പറഞ്ഞ സെറ്റിൽ ഏതാ? -1 1. ജി എന്ന് പറഞ്ഞ സെറ്റിലും -1 1 തന്നെയാ. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ? എഫും എച്ചും അല്ല, വേറെ സെറ്റുകളില്ല. അപ്പൊ ഈക്വൽ സെറ്റുകൾ ഏതൊക്കെയാ? ബി ഈക്വൽ ടു ഡി ആൻഡ് ഇ ഈക്വൽ ടു ജി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ സെറ്റ് എ ബി ഈസ് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി സി എ. എ ബി എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് അല്ലേ? ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റും ഈ സെറ്റിന്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണ് അല്ലെ? സെറ്റ് എ ബി എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആണ്? ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. സെറ്റ് എ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലെ? രണ്ടാമത്തത് എ ഇ സെറ്റ് എ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് വൊവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യു. അതിലെ ആൽഫബറ്റ്സ് വരുന്നത് അല്ലെ? സോറി, വൊവൽസ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസ്, ആൽഫബറ്റിൽ വരുന്ന വൊവൽസുകൾ ഇതൊക്കെയാ. ആ വൊവൽസിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടാമത്തത് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ട്രൂ. ഇത് ട്രൂ ആണ്. ദെൻ മൂന്നാമത്തെ നോക്കിയേ. സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ്. മൂന്നാമത്തത് സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 3 5. ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റും ഈ സെറ്റിൽ ഇല്ല. 1 2 3 1 3 2 ഇല്ല കണ്ടോ? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. തെറ്റല്ലേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? ദെൻ അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. നാലാമത്തെ നോക്കി. സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ബി സി ആണ് അല്ലെ? നാലാമത്തത് സെറ്റ് എ എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റും, ഈ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റും ഈ സെറ്റിനകത്തുണ്ട് അല്ലെ? എ ആണ് ഇവിടെ ആകുള്ളൂ, അത് ഈ സെറ്റിൽ ഉണ്ട്. അതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണ്. പിന്നെ അടുത്തതോ അഞ്ചാമത്തെ തന്നേക്കുന്നത് സെറ്റ് എ എലമെന്റ് ബിലോങ്സ് ടു സെറ്റ് എ ബി സി. സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെന്റ് അല്ല അല്ലെ? ഏത് ഇപ്പൊ ഈ സെറ്റിലെ എലമെന്റ് ഏതാ? എ എന്ന് പറയുന്നതാണെങ്കിൽ ഈ സെറ്റിലെ എലമെന്റാ. എ ബി സി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എ. അല്ലെങ്കിൽ ബി വെറുതെ ബി എലമെന്റിൽ എ ബി സി എന്ന് എഴുതാം. അതുപോലെ സി ആണെങ്കിലും സി എലമെന്റിൽ എ ബി സി എന്ന് എഴുതാം.
അല്ലാതെ സെറ്റ് എ എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റാ അല്ലെ. സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ ഒരു സബ്സെറ്റാ. ഇത് സെറ്റ് ആയിട്ടല്ലോ നിൽക്കണേ. അപ്പൊ സെറ്റ് എ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഫോൾസാ. ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നതോ, ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ 2, 4 ഈവൻ നാച്ചുറൽ നമ്പർ 6-നേക്കാൾ താഴെയുള്ളത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ ഡിവൈഡ്സ് 36. അപ്പോ 36ന്റെ ഡിവൈസർ ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലെ, 6, 12 ഇത് 36 ഇതൊക്കെയാണ് 36ന്റെ ഡിവൈസർ വരുന്നത് അല്ലെ. 12, 4, 9 ഒക്കെ വരും കേട്ടോ. 4, 6, 9 അതുപോലെ തന്നെ 12, 18, 36. 36ന്റെ ഡിവൈസേഴ്സ് അത്രയും ഉണ്ട് അല്ലെ. ഇവൻ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. 36നെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 2, 4 എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഈ സെറ്റിന്റെ അകത്തുള്ള എലമെന്റുകൾ ഈ സെറ്റിൽ ഉണ്ട്. അതുകൊണ്ട് സബ്സെറ്റ് ആണ്. സെറ്റ് 2, 4 എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3, 6, 9, 12, 18, 36. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, ട്രൂ. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലെ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, സെറ്റ് 3, 4, 5. എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിരിക്കുന്നത്, എ എന്ന് പറയുന്ന സെറ്റ്, ആ സെറ്റിൽ വരുന്ന എലമെന്റ് ഏതൊക്കെയാണ്? 1, 2, പിന്നെ സെറ്റ് 3, 5 അതുപോലെ 3, 4, 5. അതാണ് എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകൾ ഏതൊക്കെയാ? 1, 2, സെറ്റ് 3, 4. സെറ്റ് 3, 4 എന്ന് പറയുന്നത് ഏതിനകത്താ കിടക്കണേ? ഈ സെറ്റിന്റെ അകത്താ കിടക്കണേ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് 1 ഉണ്ട്, 2 ഉണ്ട്. സെറ്റ് 3, 4 എയിലെ ഒരു എലമെന്റാ. 5 എന്ന് പറയുന്നതും എയിലെ ഒരു എലമെന്റാ. സെറ്റ് 3, 4 അത് ഒറ്റ എലമെന്റ് ആയിട്ട് എടുക്കണം. കണ്ടോ, എക്ക് കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ഉണ്ടാവും. കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ എലമെന്റുകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. എലമെന്റുകളെ കോമ ഉപയോഗിച്ച് 1, 2, കോമ സെറ്റ് 3, 4, 5. അപ്പൊ എലമെന്റ് ഏതൊക്കെയാ? ഒരു എലമെന്റ് ഇത്, രണ്ടാമത്തെ എലമെന്റ് ഇത്രയും, മൂന്നാമത്തെ എലമെന്റ് 5 എന്ന് പറയുന്നത് നാലാമത്തെ എലമെന്റ്. 4 എലമെന്റുകളാണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളൂ. ഇനി താഴെ തന്നിരിക്കുന്നതൊക്കെ ട്രൂ ആണെന്ന് ചോദിച്ചേക്കണേ. ഒന്നാമത്തത് നോക്കി. ഒന്നാമത്തത് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 3, 4 എയിലെ സബ്സെറ്റ് ആണോ? ഈ സെറ്റിന്റെ അകത്തെ എലമെന്റ് എയിലുണ്ടോ? ഇല്ല. 3, 4 എന്ന് പറയുന്നത് എയിലില്ല എലമെന്റ്. സെറ്റ് 3, 4 ആണ് എയിലെ എലമെന്റ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. രണ്ടാമത്തത് സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. ബിലോങ്സ് ടു ആണ് അല്ലെ. സെറ്റ് 3, 4 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് വരുന്ന ഒരു എലമെന്റ് ആണ്. അത് ട്രൂ ആണ് അല്ലെ. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സെറ്റ് 3, 4 സെറ്റ് 3 അല്ലെ. സെറ്റ് 3, 4. അപ്പൊ ഈ സെറ്റിന്റെ അകത്തുള്ള സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയില് ഉണ്ട്. അപ്പൊ അത് എയുടെ സബ്സെറ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റോ? നാലാമത്തത് 1 ബിലോങ്സ് ടു എ. 1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ദെൻ അടുത്തത് 1 is a subset of A. 1 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ? അല്ല. അപ്പോ അതിനകത്ത് അഞ്ചാമത്തത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ,
ആറാമത്തതോ തന്നേക്കണ എന്താ നോക്കി, സെറ്റ് 1 to 5 is a subset of A. ആറാമത്തത് സെറ്റ് 1 to 5, ഈ സെറ്റിന്റെ അകത്തുള്ള എലമെന്റ് എയിലില്ലേ, 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, കണ്ടോ? അപ്പോ ആ സെറ്റിന്റെ അകത്തുള്ള എലമെന്റ് എയിലുണ്ട്. അപ്പൊ ഈ സെറ്റ് എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. ആറാമത്തത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഏഴാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോ ഏഴാമത്തെ സ്റ്റേറ്റ്മെന്റ് അതില് സെറ്റ് 1 to 5 ബിലോങ്സ് ടു എ എന്നാ. ബിലോങ്സ് ടു എ ആണോ? അല്ല, അത് സബ്സെറ്റാ. ആറാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ, ഏഴാമത്തത് ഫോൾസ്. ഓക്കെ. ഇനി എട്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നതോ, എട്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സെറ്റ് 1 to 3 is a subset of A. സെറ്റ് 1 to 3 എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ 1ഉം 2ഉം 3ഉം ഉണ്ടാവണം. എ എന്ന് പറയുന്ന സെറ്റിൽ 1ഉം 2ഉം ഉണ്ട്, പക്ഷെ 3 ഇല്ല. 3 എന്ന് പറയുന്ന എലമെന്റ് എയിൽ ഇല്ല. അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. ഓക്കെ. ദെൻ ഒമ്പതാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയോ, നൾ സെറ്റ് ബിലോങ്സ് ടു എ. നൾ സെറ്റ് ബിലോങ്സ് ടു എ ആണോ? അല്ല, അതും ഫോൾസ് ആണ്. നൾ സെറ്റ് ഈസ് എ, അടുത്തത് പത്താമത്തെ സ്റ്റേറ്റ്മെന്റ്, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. കാരണം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് നമ്മൾ പഠിച്ചു. അപ്പൊ നൾ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി 11ാമത്തെ സ്റ്റേറ്റ്മെന്റ് സെറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അത് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സെറ്റ് സബ്സെറ്റ്, സെറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നൾ സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്, പക്ഷെ സെറ്റ് നൾ സെറ്റ് എയുടെ സബ്സെറ്റ് അല്ല. ഓക്കെ, അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് അടുത്ത ഡെഫിനിഷൻ പവർ സെറ്റ്. അടുത്തത് പവർ സെറ്റ് കൂടി അറിഞ്ഞിരിക്കണം. പവർ സെറ്റ് ഇത് പവർ സെറ്റ് ഓഫ് എ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് കോൾഡ് പവർ സെറ്റ്. ഈ ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റുകളുടെ സെറ്റിനാണ് എന്ന് പറയുന്നത് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്, അതിനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നേക്കാണ് 1, 2. ഇതിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാ? സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇത് സബ്സെറ്റ്സ് ഓഫ് എ. നൾ സെറ്റ് എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. സെറ്റ് 1, അതുപോലെ സെറ്റ് 2, സെറ്റ് 1, 2, ഇത്രയും അല്ലേ എയുടെ സബ്സെറ്റുകൾ കിട്ടുന്നത്. എയുടെ സബ്സെറ്റ്, ഈ സബ്സെറ്റുകളുടെ സെറ്റിനാണ് പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇത്. പവർ സെറ്റ് ഓഫ് എ ഈസ് പി ഓഫ് എ എന്ന് എടുക്കും. പി ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്, എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ്. എല്ലാ സബ്സെറ്റിന്റെയും സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. ഓക്കെ, ഇതിനെ നമ്മൾ എന്താക്കണം? ഒരു സെറ്റിന്റെ അകത്താക്കാം. പി ഓഫ് എ എന്ന് പറയുമ്പോൾ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിന്, ഒരു സെറ്റിന്റെ അകത്ത് എല്ലാ സബ്സെറ്റുകളെയും കൊള്ളിക്കാം. അതാണ് എന്ത് കിട്ടുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നൾ സെറ്റ് ഈ സെറ്റിന്റെ അകത്തെ ഒരു എലമെന്റ് ആണ്. പിന്നെയോ സെറ്റ് 1 എന്ന് പറയുന്നത് പി ഓഫ് എയിലെ ഒരു എലമെന്റ് ആണ്. നൾ സെറ്റ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു പി ഓഫ് എ. അതുപോലെ സെറ്റ് 1 എന്ന് പറയുന്നതാണ് ബിലോങ്സ് ടു പി ഓഫ് എ. പി ഓഫ് എയിലെ ഒരു എലമെന്റ് 1 ആണ്, ഒരു എലമെന്റ് നൾ സെറ്റ്. ഒരു എലമെന്റോ 2 എന്ന് പറയുന്നത്, സെറ്റ് 2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു പി ഓഫ് എ. അതുപോലെ സെറ്റ് 1, 2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു പി ഓഫ് എ. പി ഓഫ് എയിലെ ഒരു എലമെന്റ് നൾ സെറ്റ് ഉണ്ട്, ഒരു എലമെന്റ് സെറ്റ് 1 ആണ് ഒരു എലമെന്റ്.
സെറ്റ് 2 ആണ് ഒരു എലമെന്റ്, സെറ്റ് 1 2 ആണ് ഒരു എലമെന്റ്. ഓക്കെ, അല്ലാതെ 1 എന്ന് പറയുന്നത് പി ഓഫ് എയിലെ എലമെന്റ് അല്ല. 1 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആ 1, 2 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആ. ഓക്കെ, നൾ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എയുടെ എലമെന്റ് ആണ്, സെറ്റ് 1 പി ഓഫ് എയുടെ എലമെന്റ് ആണ്, പിന്നെ സെറ്റ് 2 എന്ന് പറയുന്നത് പി ഓഫ് എയിലെ ഒരു എലമെന്റ് ആണ്, സെറ്റ് 1 2 എന്ന് പറയുന്നത് പി ഓഫ് എയിലെ ഒരു എലമെന്റ് ആണ്. അപ്പോ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്, അതിനാണ് എന്ത് പറയുന്നത്, കോൾഡ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് പവർ സെറ്റ് എഴുതുന്നത്. അതേപോലെ ഇപ്പോ വേറൊരു ഫോർമുല ഓർത്തിരിക്കാനുള്ളത്, ഇഫ് നമ്പർ ഓഫ് എ ഈക്വൽ ടു എം എലമെന്റ് ആണെങ്കിൽ ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ഓഫ് എ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2m എന്ന് കിട്ടും അല്ലെ. എക്ക് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റും നോക്കാം, എത്ര സബ്സെറ്റുകൾ. ആ സെറ്റുകളെല്ലാം എയിലെ എലമെന്റ് ആയിട്ടാണ് വരുന്നത്, പി ഓഫ് എയിലെ എലമെന്റ് ആയിട്ട്. ആ സെറ്റുകളെല്ലാം പി ഓഫ് എയിലെ എലമെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോ പി ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടാവും, 2m എലമെന്റ് ഉണ്ടാവും. അപ്പൊ എയില് m എലമെന്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ ഈസ് 2m എന്ന് കിട്ടും. അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നു. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്.